കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും വീക്ക് പെർഫോമൻസ് നടത്തിയതുകൊണ്ട് ഇന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗിൻ്റെ സാധ്യതകളാണ് ഇൻഡെക്സിൽ കാണുന്നത്. നാസ്ഡാക്ക് 0.39%, S&P 0.13% ഇടിഞ്ഞായിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകിയത്. യൂറോപ്യൻ ഇൻഡെക്സിൽ ഡാക്സ് 1.21% ഉയർന്നും CSE 0.64% ഉയർന്നും ഫട്സെ 0.43% ഉയർന്നും ക്ലോസിംഗ് നൽകിയിരുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവോടു കൂടിയുള്ള ഓപ്പണിംഗ് സൂചനകളാണ് നിഫ്റ്റി നൽകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും വീക്ക്ലി ബേസിസിൽ ഇൻഡെക്സ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും 26,178 എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റി 50 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 1,209 കോടി രൂപയുടെ സ്റ്റോക്കുകൾ വിറ്റഴിച്ചപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6,886 കോടി രൂപയുടെ ബൈയിങ് നടത്തി മാർക്കറ്റിന് മികച്ച സപ്പോർട്ട് നൽകി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് BSE ട്രാൻസാക്ഷൻ ഫീസ് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് BSE എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. BSEയുടെ ഇക്വിറ്റി ഓപ്ഷൻ ട്രേഡിംഗിലെ സെൻസെക്സ്, ബാങ്കെക്സ് തുടങ്ങിയ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് 1 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് 3,250 രൂപയാണ് ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. പുതുക്കിയ ഫീസ് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. PNB എന്ന സ്റ്റോക്ക് 7,000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. QIP വഴിയുള്ള ഫണ്ട് റേസാണ്. ഇതിൽ 5,000 കോടി രൂപയുടെ ഫണ്ട് റേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രമുഖ ഇൻ്റർനാഷണൽ ബാങ്കുകളായ സിറ്റി ഗ്രൂപ്പ്, ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് സെക്യൂരിറ്റി, SBI, കോൺട്രാ ഫണ്ട്, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാൻസ് തുടങ്ങിയവ PNBയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസിൽ പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിമായ അഡ്വൻറ്റ് ഇൻ്റർനാഷണൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോളോ ഹോൾഡിംഗ്സിൻ്റെ പേരൻറ്റ് കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിങ്ങിലാണ് റിഡക്ഷൻ വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ NHPC എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. NHPC ആന്ധ്രാപ്രദേശ് പവർ ജനറേഷൻ കോർപ്പറേഷനുമായി ചേർന്ന് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. സൊമാറ്റോ എന്ന കമ്പനിയുടെ കോഫൗണ്ടറും ചീഫ് പീപ്പിൾ ഓഫീസറുമായ ആകൃതി ചോപ്ര കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. IDFC ഫസ്റ്റ് ബാങ്ക്, IDFC ഫിനാൻഷ്യൽ തുടങ്ങിയവയുടെ മെർജർ ഒക്ടോബർ 1 തീയതിയോടുകൂടി പ്രാബല്യത്തിൽ വരും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വെൽപ്സൺ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മുംബൈ വാട്ടർ ടണൽ പ്രോജക്റ്റിൻ്റെ 1,990 കോടി രൂപയുടെ കോൺട്രാക്റ്റ് വെൽപ്സൺ എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. യെസ് ബാങ്കിന് കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ജെസി ഫ്ലവർ ARCയുടെ സൈഡിൽ നിന്നും 84 കോടി രൂപയുടെ സെക്യൂരിറ്റി റെസിപ്റ്റ് ലഭിച്ചു. കൂടാതെ LTI മൈൻഡ്രി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. റിട്ടെയിൽ IT സൊല്യൂഷൻസ് സ്ട്രോങ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി UK റീറ്റെയിലർ കമ്പനിയായ കറീസുമായി ചേർന്ന് LTI മൈൻഡ്രി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ എന്ന സ്റ്റോക്ക് അമോണിയ ആൻഡ് യൂറിയ പ്രൊഡക്ഷൻ റെസ്യൂം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്ക് ഇൻഡെക്സിലേക്ക് റീജിഗ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ചേർന്ന് ഇന്ത്യയിൽ ഇൻസ്റ്റാൾ ചെയ്ത മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന് വേണ്ടി കമ്പനി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുകയും ഇതിന് ഡിഫൻസ് കൗൺസിലിൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, നോർത്ത് മഹാരാഷ്ട്ര പവർ എന്ന കമ്പനിയുമായി ചേർന്ന് കമ്പനി ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് എന്ന കമ്പനി കൊക്കോ കാർട്ട് എന്ന കമ്പനിയുടെ 74% സ്റ്റേക്കുകൾ 200 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. എസ്കോട്ട് കുബേട്ട എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് അപ്ഡേറ്റ്, 46 കോടി രൂപയുടെ ഹരിയാന ഹൈക്കോർട്ട് ടാക്സ് ഡിമാൻഡിനെതിരെ എസ്കോട്ട് ക്യൂബോട്ട സമർപ്പിച്ച അപ്പീൽ ഹരിയാന ഹൈക്കോർട്ട് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇത് എസ്കോട്ട് ക്യൂബോട്ടയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് 361 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. സൈഡസ് ലൈഫ് എന്ന കമ്പനിക്ക് പ്രോസ്റ്റേറ്റ്
ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി US FDA സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. അതുകൊണ്ട് സൈഡസ് ലൈഫ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് സ്വിറ്റ്സർലൻഡിലെ യൂണിറ്റിൽ $620 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്